السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. റബ്ബി സിദ്ന ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാ, നമ്മൾ അഖീദ ഫൗണ്ടേഷൻ കോഴ്സിൽ 4ാമത്തെ ക്ലാസ്സിലാണ്. മൊഡ്യൂൾ 3, 3ാമത്തെ മൊഡ്യൂൾ, അതായത് തൗഹീദ് അൽ അസ്മാ വ സിഫാത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇവിടെ ഉള്ളവരെല്ലാവരും കഴിഞ്ഞ ഒരു 3 ക്ലാസ് കേട്ടവരാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി കേൾക്കാത്തവരാണെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് അഖീദ ഫൗണ്ടേഷൻ ഗ്രൂപ്പിന്റെ, അതായത് ഈ ഒരു കോഴ്സിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ പഴയ ക്ലാസ്സുകളൊക്കെ ഒന്ന് ക്യാച്ചപ്പ് ചെയ്ത് വരാം. 3 ക്ലാസ്സും ഒരു എക്സാമും നടത്തിയിട്ടുള്ളൂ. അതൊന്ന് എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, 3 ക്ലാസ് ക്യാച്ചപ്പ് ചെയ്ത് വരാം. അപ്പോൾ തുടക്കം മുതലേ കിട്ടിയാലാണ് അതിന് കുറച്ചും കൂടെ ഒരു പ്രയോജനം ഉണ്ടാവുക. ഓൾറെഡി കേട്ടവർ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തൗഹീദ് അൽ അസ്മാ വ സിഫാത്തിനെ കുറിച്ച് പറഞ്ഞത്, പെട്ടെന്ന് പറയുമ്പം അസ്മാ അല്ലെങ്കിൽ സിഫ, ആ 2 വാക്കുകൾ. അസ്മാ എന്ന് പറഞ്ഞാൽ ഇസ്മിന്റെ പ്ലൂരലാണ് നാമങ്ങൾ, സിഫാത്ത് എന്ന് പറഞ്ഞാൽ സിഫയുടെ പ്ലൂരലാണ് വിശേഷണങ്ങൾ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നാമങ്ങളിലും വിശേഷണങ്ങളിലുമുള്ള തൗഹീദ്, അല്ലെ, അതായത് അള്ളാഹുവിന്റെ ഗുണങ്ങളും സൃഷ്ടികളുടെ ഗുണങ്ങളും രണ്ടും വേറെ തന്നെയാണെന്ന് തിരിച്ചറിയാം. സുബ്ഹാനല്ലാഹ്, അതാണ് തൗഹീദ് അൽ അസ്മാ വ സിഫാത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ നാമങ്ങൾക്കും വിശേഷണങ്ങൾക്കും, അള്ളാഹുവിന്റെ ഇസ്മുകൾക്കും സിഫത്തുകൾക്കും അതിൻ്റെതായ തൗഹീദിന്റെ ഏകത്വം ഉണ്ട്. അതൊരിക്കലും മനുഷ്യരുടേതായിട്ട് മിക്സപ്പ് ചെയ്ത് പോകരുത്. അള്ളാഹ്ക്കുള്ള വിശേഷണങ്ങൾ, അള്ളാഹിന്റെ പേരുകൾ അള്ളാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെ. സുബ്ഹാനല്ലാഹ്, അത് നമ്മൾ സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇമാജിനേഷൻ അനുസരിച്ച് അങ്ങനെ പോയി പോകും. എവിടെയാ എത്താന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അത് അള്ളാഹിന്റെ പേരുകളെ കുറിച്ചും സിഫത്തുകളെ കുറിച്ചും നമുക്ക് ഇമാജിൻ ചെയ്യാനുള്ള യാതൊരു അധികാരവും ഇല്ല. അള്ളാഹ് ആരാണെന്ന് അള്ളാഹ് തന്നെ പറഞ്ഞു വന്നത് വെച്ചിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതാണ് തൗഹീദ് അൽ അസ്മാ വ സിഫാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി, അല്ലെ. പിന്നെ 1-2 കാര്യങ്ങൾ അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞത്, എല്ലാ പേരുകൾക്കും, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാ ഇസ്മുകൾക്കും അതിനനുബന്ധമായ ഒരു വിശേഷണമുണ്ട്, ഒരു സിഫത്തുണ്ട്. എന്നാൽ എല്ലാ സിഫത്തുകൾക്കും ഒരു പേര് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ആ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അള്ളാഹുവിന്റെ പേരുകളുടെയും സിഫത്തുകളുടെയും, അതായത് നാമങ്ങളുടെയും വിശേഷണങ്ങളുടെയും ഏകത്വം, അതായത് തൗഹീദ്, അത് മനസ്സിലാക്കുന്നതിന്റെ കൂടെ നമ്മളുടെ ചിന്തകളില്, വാക്കുകളില്, പ്രവൃത്തികളില് അത് നിലനിർത്തണം. അതാണ് ശരിക്കും തൗഹീദ് അൽ അസ്മാ വ സിഫാത്ത്, അല്ലെ. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു പേര്, ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞത് അൽ മുജീബ് ആയിരുന്നു എന്ന് തോന്നുന്നു. അൽ മുജീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല ജവാബ് നൽകുന്നവനാണ്, അല്ലെ. നമ്മുടെ ദുആകൾക്കൊക്കെ ഉത്തരം നൽകുന്നവനാണ്. അള്ളാഹ് നൽകും അത്. അപ്പം അതറിയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഇസ്മുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും കൂടെ വേണം. അപ്പൊ അള്ളാഹ് ഉത്തരം നൽകും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉത്തരത്തിന് വേണ്ടി വേറെ ആരുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല, അല്ലെ. സുബ്ഹാനല്ലാഹ്, വേറെ ആരെങ്കിലും അടുത്ത് നമ്മൾ ആ കാര്യം, വേറെ ഒരാളിലൂടെ അള്ളാഹുലേക്ക് പോകേണ്ട കാര്യമില്ല. അള്ളാഹ് നമുക്ക് ഉത്തരം നൽകുന്നുണ്ടെങ്കിൽ. അപ്പം ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഓരോ പേരുകളും ഓരോ വിശേഷണങ്ങളും മനസ്സിലാക്കി അത് ജീവിതത്തിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ വാക്കുകളിലും കൊണ്ടുവരലാണ്, അതിൽ തൗഹീദ് കൊണ്ടുവരലാണ് തൗഹീദ് അൽ അസ്മാ വ സിഫാത്ത്. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇസ്മുകളും സിഫത്തുകളും, അല്ലെ, അസ്മാവും സിഫാത്തും മനസ്സിലാക്കല് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതുപോലെയുള്ള നല്ല ക്ലാസ്സുകൾ കിട്ടുകയാണെങ്കിൽ അതിനെ ഫോളോ ചെയ്യുക, മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പേരുകളും സിഫത്തുകളും മനസ്സിലാക്കുമ്പോൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. ഇത് എത്രയോ പ്രാവശ്യം ഉരുവിട്ടാൽ എന്തോ ഗുണം കിട്ടും എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹുവിന്റെ പേരുകളും സിഫത്തുകളും പഠിക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ അതിന് ഒരു കോഴ്സ് ചെയ്ത്, ഞാൻ അതിന്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട്, പരീക്ഷ ചെയ്തിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട് എന്ന് കംപ്ലീറ്റ് ചെയ്യാനല്ല നമ്മൾ അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും മനസ്സിലാക്കേണ്ടത്. പകരം അതിന് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം നേരിട്ടാലും, ഏത് സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയാലും അവിടെ അള്ളാഹുവിന്റെ ഒരു സിഫാത്ത് മനസ്സിലാക്കി അതിൽ തൗഹീദ് മനസ്സിലാക്കി ജീവിക്കുന്നവരായിരിക്കണം നമ്മൾ. നമുക്ക് ലൈഫിൽ ഒരു പ്രശ്നം വന്ന് നമുക്ക് ആദ്യം മനസ്സിൽ ഓടിയെത്തേണ്ട എന്താണ്? അള്ളാഹു അൽ ഖദീർ ആണ്, അല്ലെ. അള്ളാഹുവിന്റെ ഖദർ ഇതിനകത്തുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അർ റഹീമാണ്, അള്ളാഹു അർ റഹ്മാൻ ആണ്, അല്ലെ. അള്ളാഹു അങ്ങേറ്റ കാരുണ്യമുള്ളവനാണ്.
അള്ളാഹുവിന്റെ ഖദറുകളിലൊക്കെ ഖൈർ ഉണ്ട്. അപ്പൊ അള്ളാഹു നമ്മളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി ഒന്നും തരൂല. അള്ളാഹു അൽ അലീമാണ്. അള്ളാഹുവിന് ഇതിന്റെ പിന്നിലുള്ളതും ഇതിന് ശേഷമുള്ളതും ഇതിൽ മറഞ്ഞിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹുവിന്റെ അസ്മാവ് സിഫാത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അതിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാൻ വേറൊന്നും വേണ്ട അല്ലെ. എന്നാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇത് കുറച്ച് ബൈഹാർട്ട് പഠിച്ച് ഇത് രാവിലെ ഇന്ന പേര് 100 പ്രാവശ്യം, വൈകുന്നേരം ഇന്ന പേര് 1000 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ് എല്ലാം ആയി എന്നാണ് അല്ലെ. അപ്പം അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ കഴിയുന്നതും ഒഴിവാക്കുക. അള്ളാഹുവിന്റെ അസ്മാവ് സിഫാത്ത് മനസ്സിലാക്കുക നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരറിവും ഇല്ല. സത്യം പറയണമെങ്കിൽ ആ അറിവ് മതി നമുക്ക് ജീവിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു എന്താ പറയാ ഡെപ്ത്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അതായത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള അറിവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും എക്സാം എഴുതാനുള്ള അറിവല്ല, 100 1000 പ്രാവശ്യം ഉരുവിടാനുള്ള അറിവല്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ അറിവുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പം തൗഹീദ് അൽ അസ്മാ വ സിഫാത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, എന്തൊരു കോഴ്സ് നിങ്ങൾ ദീനിപരമായിട്ട് എന്ത് കോഴ്സ് ചെയ്യുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനുള്ളതാണ്. അല്ലാത്തത് അവിടെ സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് കുറെ സമയമുള്ള കാലത്ത് ചെയ്യാന്ന് വെച്ചൊന്ന് മാറ്റി വെച്ചേക്കുക. ഓക്കെ. അപ്പം നിങ്ങൾ അസ്മാൽ ഹുസ്നന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ നിങ്ങളൊന്ന് ചെകഞ്ഞെടുക്കുക, ഇത് ഞാൻ പഠിക്കാൻ വേണ്ടി മാത്രമാണോ അതോ എന്റെ ജീവിതത്തിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വരുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ തൗഹീദ് അൽ അസ്മാ വ സിഫാത്തിന് 5 നിയമങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 2 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒന്ന് അള്ളാഹുവിന്റെ നാമങ്ങളും സിഫത്തുകളും അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത് അല്ലെ. അതിനവിടെ ആലങ്കാരികമായ അർത്ഥം നോക്കണ്ട. അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു കാര്യത്തിൽ ഒരു പേരിൽ അല്ലെങ്കിൽ ഒരു സിഫത്തിൽ അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ അല്ലല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പോകേണ്ട കാര്യമില്ല. അത് എങ്ങനെ എന്ന് ചിന്തിക്കാൻ പോകേണ്ട കാര്യമില്ല അല്ലെ. അപ്പം അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുക. അതിന്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രിൻസിപ്പളും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് സൂറത്ത് ഷൂറയിൽ 11-ാമത്തെ ആയത്തിൽ പറഞ്ഞ ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവന് തുല്യമായി യാതൊന്നുമില്ല അല്ലെ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് നമ്മളേതായ ഇമാജിനേഷൻ ഒന്നും മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അള്ളാഹു കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹ് കേൾക്കുന്നു, അതിനപ്പുറം അള്ളാഹ് എങ്ങനെ കേൾക്കുന്നു, അള്ളാഹിന്റെ ചെവി ഇങ്ങനെയായിരിക്കും, സുബ്ഹാനല്ലാഹ്, അതിന് നമ്മൾ ആയിട്ടില്ല. അപ്പം ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹിനെ പോലെ വേറൊന്നുമില്ല. അള്ളാഹിന്റെ നാമങ്ങളും സിഫത്തുകളും അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുക. ഇതിന്റെ കൂടെ ഒരു എക്സെപ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില സാഹചര്യങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന് തടസ്സങ്ങളുണ്ട്. അതിന്റെ കാരണം എന്താണ്, അവിടെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഒരു ഉദാഹരണം വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി 2-ാമത്തെ നിയമം പറഞ്ഞത് അള്ളാഹുവിന് പേരുകൾ നൽകാനുള്ള അവകാശം അവന് മാത്രമേ ഉള്ളൂ. നമുക്ക് അള്ളാഹ്ക്ക് പേര് കൊടുക്കാൻ പറ്റൂല. നമുക്ക് തോന്നിയ പേര് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ പറഞ്ഞു എല്ലാ പേരുകൾക്കും സിഫത്തുകളുണ്ട്, എന്നാൽ എല്ലാ സിഫത്തുകൾക്കും പേരുകൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതിനൊരു ഉദാഹരണം പറഞ്ഞു അല്ലെ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവരുടെ മാർഗം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മഗ്ദൂബ് അള്ളാഹുവിന്റെ കോപത്തിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അള്ളാഹു അൽ ഗാദിബ് എന്ന പേര് അള്ളാഹ്ക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ അള്ളാഹ് കൊടുത്ത പേരല്ലാത്ത ഒരു പേരും നമുക്ക് കൊടുക്കാൻ അധികാരമില്ല. അപ്പം ഈ 2 റൂളുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള 3 ആയിട്ട് ഇന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം 3-ാമത്തെ റൂൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സിഫത്തുകൾ പറയുമ്പോൾ ഒരിക്കലും അത് സൃഷ്ടികളുടെ ഗുണഗണങ്ങളുമായി താരതമ്യം ചെയ്തോ ബന്ധപ്പെടുത്തിയോ പറയാൻ പാടില്ല. അതായത് അള്ളാഹിന്റെ സിഫത്ത് പറയുമ്പോൾ ഒരിക്കലും അത് സൃഷ്ടികൾക്ക്, അള്ളാഹിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സൃഷ്ടികൾ, ഏതെങ്കിലും തരത്തിലുള്ള സൃഷ്ടികളുടെ ഗുണവുമായിട്ട് താരതമ്യപ്പെടുത്തി പറയാൻ പാടില്ല. അത് നമുക്ക് ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു നമ്മൾ എന്താണ് അക്ഷരാർത്ഥത്തിൽ പറയുന്നവരാണ്, ലിറ്ററലിസ്റ്റുകളാണ്. അതായത് ആലങ്കാരികത അള്ളാഹുവിന്റെ പേരിലേക്ക് നമ്മൾ കൊണ്ടുവരൂല. അതേപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് അള്ളാഹുവിനെ ഡിസ്ക്രൈബ് ചെയ്യൂല അല്ലെ, എക്സ്പ്ലെയിൻ ചെയ്യില്ല. അള്ളാഹ് ഇങ്ങനെ ആണെന്നുള്ളത് അള്ളാഹ് പറഞ്ഞതേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. അതായത് അതിന് കാരണം എന്താണ്, നമുക്ക് അള്ളാഹിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂല, അള്ളാഹിനെ വിവരിക്കാൻ നമുക്ക് കഴിയൂല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അള്ളാഹിന്റെ സിഫത്തുകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് തന്നെ ഏകദേശം ഒരു അപ്രോക്സിമേഷൻ, അതായത് ഏകദേശം സാദൃശ്യം മാത്രമാണ്. അതെന്തിനാ അള്ളാഹു അങ്ങനെ ഏകദേശ സാദൃശ്യത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്? നമുക്ക് നമ്മളുടെ ലിമിറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി. അത് അള്ളാഹിന്റെ സിഫാത്തുകള് ശരിക്കും നമുക്ക്
നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല എന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, നമ്മൾക്ക് ഉൾക്കൊള്ളുന്നതിന് അപ്പുറത്താണെന്ന്. അപ്പൊ അള്ളാഹ് അത് നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനെ കുറിച്ചോ അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരാന്ന് വെച്ചോ, ഇത് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവാത്ത രീതിയിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇതെന്താപ്പത് എന്നുള്ള ഒരു ചിന്തയാവും അല്ലെ. എന്നാൽ അള്ളാഹു അൽ അലീം ആണെന്ന് പറയുമ്പോൾ, അള്ളാഹു റഹ്മാൻ ആണെന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയോ നമ്മളുടെ ചെറിയ കാരുണ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കി അതിന്റെ എക്സ്ട്രീം അറ്റമാണ് അല്ലെങ്കിൽ ഇതൊന്നും അല്ലാത്ത വേറെ ലെവലാണെന്ന് മനസ്സിലാക്കാനുള്ള അള്ളാഹു തന്ന ഒരു കാരുണ്യാണ്. നമുക്ക് നമ്മളുടെ കഴിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഏകദേശ സാദൃശ്യമുള്ള രീതിയിൽ അള്ളാഹുവിന്റെ സിഫത്തുകളെ പറഞ്ഞ് വിവരിച്ച് തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. പക്ഷേ അള്ളാഹു ശരിക്കും എന്താണ്, അള്ളാഹുവിന്റെ ശരിക്കും സിഫത്തുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ദീനില് നമുക്ക് എന്ത് എങ്ങനെയെന്ന് ചോദിച്ചു പോവാൻ പറ്റാത്ത ഒരു ഏരിയ ഉണ്ടെങ്കിൽ ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച്, അള്ളാഹുവിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച്. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചോദിക്കാനും ഒരുപാട് ചിന്തിക്കാനും പോയാൽ നമ്മളെ വഴികേട് അങ്ങനെ അതിനുള്ള ഡോറ് വൈഡായിട്ട് ഓപ്പൺ ചെയ്ത പോലെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹ് എങ്ങനെയാണെന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഞാൻ അള്ളാഹ്ക്ക് തുല്യമാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അത് നമുക്ക് ആവൂല അല്ലെ. അപ്പം അള്ളാഹ് എങ്ങനെയാണെന്ന് നമ്മളെ കഴിവുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഇങ്ങനെയാണെങ്കിൽ അള്ളാഹ് ആ കാര്യത്തിൽ ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കാൻ പോകുന്നത് തന്നെ നമ്മൾ അള്ളാഹ്ക്ക് തുല്യമാവാൻ ശ്രമിക്കലാണ്. അത് തൗഹീദിന് എതിരാണ്. അപ്പം അള്ളാഹ്ക്ക് ഒരു സിഫത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹ് വിശദീകരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ആ സിഫത്ത് ഉണ്ട്. അത് നമ്മളെ സിഫത്തിൽ നിന്ന് നമ്മളുടെ ഗുണത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞത് അള്ളാന്റെ ഒരു സിഫത്ത് പറയുമ്പോൾ ഒരിക്കലും അത് മനുഷ്യന്റെ സിഫത്തുമായിട്ട് മനുഷ്യന്റെ ഗുണവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പാടില്ല. അതിനൊരു ഉദാഹരണമാണ് പ്രതികാരം അല്ലെ. നമ്മൾ മനുഷ്യന്മാര് പ്രതികാരം ചെയ്യും, നമുക്ക് പ്രതികാരം തോന്നാറുണ്ട് അല്ലെ, പ്രതികാരം ചെയ്യുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. അതിന്റെ കാരണം എന്താണ്? ഒരു കാരണം നമുക്ക് കാരുണ്യമില്ലാണ്ടാവും അല്ലെ. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവന് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അവിടെ നമ്മളുടെ കാരുണ്യം നഷ്ടപ്പെടുകയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രതികാരം എന്ന് പറയുന്നത് കാരുണ്യമില്ലായ്മ കൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. കാരണം കാരുണ്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നഫ്സിന്റെ ഒരു പാർട്ടാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ സിഫത്തിന്റെ അള്ളാഹുവിന്റെ നേച്ചറിന്റെ ഒരു ഭാഗമാണ് കാരുണ്യം. അപ്പൊ അള്ളാഹു ഒരിക്കലും നമ്മളെ പോലെ കാരുണ്യമില്ലായ്മയുടെ പേരിലല്ല പ്രതികാരം ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും അള്ളാഹുവിന്റെ പ്രതികാരം നമ്മുടെ മനുഷ്യന്മാരുടെ പ്രതികാരവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പോലും പാടില്ല. അതുപോലെ നമ്മൾ പ്രതികാരം ചെയ്യുന്നത് ആരോടാണ്? നമ്മളെ ഉപദ്രവിച്ചവരോടല്ല അല്ലെ. നമ്മൾ തിരിച്ച് പ്രതികരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവം ഉണ്ടാക്കിയവർക്കാണ് നമ്മൾ പ്രതികാരം ചെയ്യുന്നത്. പക്ഷെ അള്ളാഹിനെ ആർക്കെങ്കിലും ഉപദ്രവിക്കാൻ പറ്റുമോ? അല്ലെ. അപ്പൊ ഒരിക്കലും അള്ളാഹുവിന്റെ പ്രതികാരം എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രതികാരവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാനേ പറ്റില്ല. അള്ളാഹുവിന്റെ സിഫത്ത് കംപ്ലീറ്റ് വേറെ ആണ്. അള്ളാഹ്ക്ക് സിഫത്ത് ഉണ്ട്, ഇന്ന സിഫത്തുകൾ അള്ളാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അത് അങ്ങനെയാണ്, അത് ഇങ്ങനെ ആയിരിക്കുമോ, മനുഷ്യന്മാരെ ഈ രീതിയിലായിരിക്കുമോ എന്ന് ചിന്തിക്കാനേ പാടില്ല. ഓക്കെ. പിന്നെ ഇത് ഒരു ഉദാഹരണം. ഇനി ഈ കാര്യങ്ങളിൽ വഴികേട് വന്നിട്ടുള്ളത് എവിടെയൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്. പണ്ട് കാലത്തുള്ള പല വഴികേടുകളും ഈ കാര്യത്തിൽ നമുക്ക് കാണാം. അത് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലും ജൂതന്മാരിലും തന്നെയുണ്ട്. ഇനി പ്രത്യേകിച്ച് നമ്മൾ ഈ തൗഹീദുൽ അസ്മാ സിഫാത്ത് പറയുമ്പോൾ നമ്മൾ തൗഹീദ് റുബൂബിയയിലും ഇനി ഈവൻ തൗഹീദ് അൽ ഉലൂഹിയയിലും ഇനി മുമ്പോട്ടുള്ള ഏതൊരു കാര്യങ്ങളിലും നമ്മൾ ഇതുപോലെയുള്ള വഴികേടിന്റെ ഉദാഹരണങ്ങൾ ഒരുപാട് കാണും ഇൻഷാ അല്ലാഹ്. കൊണ്ടാണ് ഇത്തരം ഉദാഹരണങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞത് ഇന്നതാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഇടയിൽ ഈ വഴികേട് വരുമ്പം നമുക്കത് മനസ്സിലാവില്ല. പക്ഷെ ആരെങ്കിലും ഈ രീതിയിൽ വഴിതെറ്റിയിട്ടുണ്ട് അങ്ങോട്ട് പോവല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ മക്കളെടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാം അതിന്റെ പ്രിൻസിപ്പിൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അവർക്കൊരു പക്ഷെ അതിനകത്ത് തെറ്റ് വരുമ്പോൾ മനസ്സിലാവില്ല. പകരം നമ്മളുടെ കുടുംബങ്ങളിലുള്ള അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ ചരിത്രങ്ങളിലുള്ള തെറ്റിന്റെ ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുത്താൽ അവരങ്ങനെ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തത് കൊണ്ട് ഇങ്ങനെയായി, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിനെതിരെ ചെയ്തതുകൊണ്ട് ഇങ്ങനെയായെന്നുള്ള ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ശരിയാണല്ലോ, അവരുടെ വഴിയിലും ഇതുപോലെയുള്ള മുള്ളുകൾ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ഒരു തെറ്റായ പരിപാടിയാണ്, ഇതിലേക്ക് നമ്മൾ പോവാൻ പാടില്ല എന്ന്. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കോഴ്സിലുടനീളം ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ. വഴി തെറ്റിയവരുടെ ഉദാഹരണങ്ങൾ അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളും വഴി തെറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. ഇൻഷാ അല്ലാഹ്
അപ്പം ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും കാര്യത്തിൽ ഈ ഒരു കേസ്, അതായത് മൂന്നാമത്തെ റൂള് തെറ്റിക്കുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ബൈബിളിൽ ഉൽപ്പത്തി എന്ന് പറയുന്ന ചാപ്റ്ററിൽ രണ്ടാമത്തെ ഭാഗം 1ഉം 2ഉം വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തന്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സുബ്ഹാനല്ലാഹ്, ദൈവം വിശ്രമിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് റെസ്റ്റിന്റെ ആവശ്യമില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, ഇവരൊക്കെയും അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയ ഏകദൈവ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷെ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ കൈകടത്തിയപ്പം അവര് അള്ളാഹ്ക്ക് മനുഷ്യന്മാരുടെ ഒരു ക്വാളിറ്റി കൊടുക്കുകയാണ്: ദൈവം വിശ്രമിച്ചു എന്ന്. സുബ്ഹാനല്ലാഹ്, ഇത് മനുഷ്യന്മാരുടെ ക്വാളിറ്റിയാണ്. അള്ളാഹുവിന്റെ സിഫത്ത് നമ്മൾ പറയുമ്പം ഒരിക്കലും മനുഷ്യന്മാരുടെ സിഫത്തുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പാടില്ല. അതുപോലെ തന്നെ ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തില് 32-ാമത്തെ അധ്യായത്തില് 14-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ചു, അതായത് പശ്ചാത്തപിച്ചു. സുബ്ഹാനല്ലാഹ്, ദൈവം പശ്ചാത്തപിച്ചു എന്ന്. ഇതൊക്കെ നിശ്ചയമായ മനുഷ്യന്റെ കൈകടത്തലുകളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഒരിക്കലും തെറ്റ് ചെയ്യൂല അല്ലെ. അള്ളാഹു മനുഷ്യർക്ക് ചെയ്ത തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിച്ചു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം അള്ളാഹ് ഒരിക്കലും തെറ്റ് ചെയ്യൂല. ഇത് മനുഷ്യന്റെ ക്വാളിറ്റിയാണ് തെറ്റ് ചെയ്യാന്നുള്ളത്. അതൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സിഫത്തായിട്ട് പറയാൻ പാടില്ല. അപ്പം ഇത്തരത്തില് നമ്മളുടെ മുൻപ് ഒരുപാട് ഗ്രൂപ്പുകൾ വഴികേടിലായി പോയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു സിഫത്തും പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പോലും നമ്മളുടെ ഇന്നതുപോലെ എന്ന് പറയാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സിഫത്ത്, അള്ളാഹ് സിഫത്ത് പറഞ്ഞു, അത് ഇന്നതാണ്, നമുക്ക് മനുഷ്യരുമായിട്ട് വ്യത്യസ്തമാണ് ആ സിഫത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ അതാണ് മൂന്നാമത്തെ റൂള്. ഇനി 4-ാമത്തെ റൂൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാം കേൾക്കുമ്പോൾ ഏകദേശം ഒരേപോലെ തോന്നും, പക്ഷെ ശരിക്കും ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കുക എന്താന്നുള്ളത്. 4-മത്തേത്, അള്ളാഹുവിന്റെ സിഫാത്തുകൾ അവന്റെ സൃഷ്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന്റെ സിഫത്തുകൾ പറയുമ്പോൾ അത് സൃഷ്ടികളുടെ സിഫത്തുകളുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പാടില്ല എന്നാണ്. അവിടെ ദൈവം വിശ്രമിച്ചു എന്ന് പറഞ്ഞു അല്ലെ. അവിടെ ദൈവത്തിന്റെ വിശ്രമം എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ക്വാളിറ്റിയാണ്. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്തുകൾ പറയുമ്പോൾ ഒരിക്കലും സൃഷ്ടികളുടെ സിഫത്തുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പാടില്ല. ഇവിടെ നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ സിഫത്തുകൾ അവന്റെ സൃഷ്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഉദാഹരണം നോക്കാം. ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ തന്നെ എപ്പോഴും അവരാണ് ഇക്കാര്യത്തിൽ മുമ്പിൽ. അവര് ക്ലെയിം ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ യേശു ക്രിസ്തു എന്നെന്നും നിലനിന്നിരുന്നു. യേശു ക്രിസ്തു ഈ ലോകത്താണ് ജനിച്ചതെങ്കിൽ പോലും അവൻ എന്നും എപ്പോഴും ഉണ്ടായിരുന്നു. അതായത് ഒരിക്കൽ തുടക്കമില്ലാത്ത അസ്തിത്വം, ശാശ്വതമായ നിലനിൽപ്പ്. സുബ്ഹാനല്ലാഹ്, അത് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ് അല്ലെ. എന്നെന്നും നിലനിൽക്കുന്നവൻ അൽ ഹയ്യ് അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. അത് അവരെന്താക്കാണ്? സൃഷ്ടികൾക്ക് കൊടുക്കാണ്. ഈസാ അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു സൃഷ്ടി മാത്രമാണ് അല്ലെ, യേശു ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സിഫാത്തായ അൽ ഹയ്യ്, എന്നെന്നും നിലനിൽക്കുക എന്നുള്ളത് ആർക്ക് കൊടുക്കുക? യേശു ക്രിസ്തുവിന് കൊടുത്തിട്ട് അവർ തൗഹീദ് അൽ അസ്മാ വ സിഫാത്തില് ശിർക്ക് കലർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ മറ്റൊരു ഉദാഹരണം ബൈബിളിലെ ഹീബ്രു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ശാലേം രാജാവ് മൽക്കീസെദെക്ക്. ഓക്കെ, ഹീബ്രുവില് 7-ാം അധ്യായം 3-ാമത്തെ വചനം. അതിൽ പറയുന്നുണ്ട്, ഈ രാജാവിന് അവന് പിതാവില്ല, മാതാവില്ല, വംശാവലി ഇല്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അവർക്ക് ഇതുപോലത്തെ കുറെ പുരോഹിതന്മാരും വിശുദ്ധന്മാരും വേറെ ഉണ്ട് കേട്ടോ. യേശു ക്രിസ്തുവിന് പുറമെ ശാലേമിന്റെ രാജാവായ ഈ ഒരു രാജാവിനെ കുറിച്ച് അവർ പറഞ്ഞ കാര്യമാണത്. അതായത് മാതാവില്ല, പിതാവില്ല. സുബ്ഹാനല്ലാഹ്, മാതാവും പിതാവും ഇല്ലാതെ ജനിക്കുന്ന മനുഷ്യന്മാരോ, ജീവാരംഭവും തലയുടെ മാത്രം സിഫത്തുകളാണ്. അവലും ആഖിറും അല്ലെ, അത് അള്ളയാണ്. സുബ്ഹാനല്ലാഹ്, അവന് മുമ്പും അവന് ശേഷവും ആരും ഇല്ല എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. അപ്പം അള്ളാഹുവിന്റെ ഈ പ്രത്യേകതകള് മനുഷ്യന്മാർക്ക്, അള്ളാഹുവിന്റെ സിഫത്തുകൾ മനുഷ്യന്മാർക്ക് കൊടുക്കുക, അത് തൗഹീദ് അൽ അസ്മാ വ സിഫാത്തിന് എതിരാണ്. മറ്റുദാഹരണങ്ങള് ഷിയാക്കളുടെ കാര്യത്തില്. ഓക്കെ, ഷിയാക്കള് അവർക്ക് ഈ ഇമാമുകളാണ് മെയിനായിട്ട്. സുബ്ഹാനല്ലാഹ്, അവരുടെ കോൺസെപ്റ്റ്, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അവരുടെ ഇമാമുകൾ.
ഈ ഒരു കാര്യത്തിലാണ് അവര് ശരിക്കും ശരിയായ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കുന്നത്, അവരുടെ ഇമാമുകളുടെ കാര്യത്തിൽ. അവരുടെ ഇമാമുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ചില പ്രത്യേകതകൾ കൊടുക്കുന്നവരാണ്. അതായത് ഏറ്റവും ആദ്യം അവര് ഇൻഫാലിബിൾ, അതായത് അവർ തെറ്റുകളൊന്നും ചെയ്യാത്തവരാണ്. സുബ്ഹാനല്ലാഹ്. അവരുടെ ഇമാമുകൾ തെറ്റുകളൊന്നും ചെയ്യൂല. എന്നാൽ നമുക്കറിയാം അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസ് ഉണ്ട്. കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആദം സന്തതികളിൽ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്, എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമർ പശ്ചാത്തപിക്കുന്നവരും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ പറഞ്ഞ ഇമാമുകളൊക്കെ ആദം സന്തതികളിൽ പെട്ടവര് തന്നെയല്ലേ? അപ്പൊ അവരെങ്ങനെയാ തെറ്റ് ചെയ്യാതിരിക്കുന്നവരാവുന്നല്ലേ? അപ്പം അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്, അവരുടെ ഇമാമുകൾക്ക് ഒരിക്കലും തെറ്റുപറ്റൂല. ഒരിക്കലും തെറ്റുപറ്റാത്തത് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും പറ്റും അല്ലേ? അതിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ ഭൂമിയിൽ ഇല്ല താനും. അപ്പൊ അവരുടെ അവകാശവാദം, അതായത് അറിഞ്ഞോ അറിയാതെയോ ജനനം മുതൽ മരണം വരെ ഉദ്ദേശത്തോടു കൂടി അല്ലാതെയോ ചെറുതോ വലുതോ ഒന്നും ആയ തെറ്റുകൾ അവരുടെ ഇമാമുകൾ ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. അതുപോലെ ക്രിസ്ത്യാനികളുടെ പോപ്പ് മാർപ്പാപ്പ ഇതുപോലെ തെറ്റ് ചെയ്യാത്തവനാണ് എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതായത് അവരുടെ അപ്പൊ ഈ മാർപ്പാപ്പ ആയതിനു ശേഷം, അതായത് പാപ്പസി പോപ്പ് പദവി സ്വീകരിച്ചതിന് ശേഷം പിന്നെ അയാൾക്ക് വിശ്വാസപരമായ കാര്യങ്ങളിലോ അങ്ങനെ ഒരു കാര്യത്തിലും തെറ്റ് പറ്റൂല എന്ന് അവരുടെ വേറൊരു വിശ്വാസം. ക്രിസ്ത്യാനികളുടെ ആദ്യം നമ്മൾ പറഞ്ഞത് ഷിയാക്കളുടെ ഇമാമുകളുടെ കാര്യമാണ് ക്രിസ്ത്യാനികളുടെ. ഈ കാരണത്താൽ തന്നെ ഏകദേശം 2006 സെപ്റ്റംബറിൽ പോപ്പ് ബെനഡിക്ട് 14 ഇസ്ലാമിനെതിരെ അയാളുടെ സംസാരത്തിൽ ജർമ്മനിയിലൊക്കെ വെച്ച് നടന്ന ഒരു പ്രസംഗത്തിൽ ഇസ്ലാമിനെതിരെ അയാൾ തെറ്റായ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിൽ. പക്ഷെ ഇയാൾക്ക് ഇത് മാറ്റി പറയാൻ പറ്റില്ല, കാരണം ഇയാൾ തെറ്റുപറ്റാത്ത ആളാണല്ലോ. സുബ്ഹാനല്ലാഹ്. അയാൾക്ക് തെറ്റാണെന്ന് അറിഞ്ഞെങ്കിൽ പോലും അയാൾ അതും ഇതുമൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു. കാരണം അവർ തെറ്റുപറ്റാത്തവരാണെന്നാണ് വിശ്വാസം. തെറ്റുപറ്റാത്തവരായിട്ട് ഒരു മനുഷ്യനുമില്ല, അത് അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം ഷിയാക്കൾ ഇത്തരത്തിൽ അവരുടെ ഇമാമുകൾ തെറ്റുപറ്റാത്തവരെന്ന് പറഞ്ഞു. പിന്നെ ക്രിസ്ത്യാനികളുടെ കേസിൽ പോപ്പുകൾ അവർ പോപ്പായതിനു ശേഷം മാത്രമേ ഈ പ്രശ്നമുള്ളൂ കേട്ടോ, അല്ലാത്ത സമയത്ത് തെറ്റുപറ്റുക മനുഷ്യന്മാർക്ക്. അപ്പം ഇത് വേറൊരു ഉദാഹരണമാണ്, എന്ത്? അള്ളാഹുവിന്റെ സിഫത്തുകൾ സൃഷ്ടികൾക്ക് കൊടുക്കുന്നതിന്. ഇനി ഷിയാക്കളുടെ അടുത്ത ലെവൽ, ഈ ഒരു കാര്യത്തിൽ അവർ ചെയ്യുന്ന വേറെ അടുത്ത ലെവല് തെറ്റാണ്. അവരുടെ ഇമാമുകള് എല്ലാം അറിയുന്നവൻ, സർവജ്ഞനാണെന്നാണ് കരുതുന്നത്. അത് അൽ അലീം അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമേ ഉള്ളൂ അല്ലെ? ഷിയ ഓദറായ മുഹമ്മദ് റിദ അൽ മുസഫർ ഫെയ്ത്ത് ഓഫ് ഷിയ ഇസ്ലാം, അതായത് ഷിയ ഇസ്ലാമിന്റെ വിശ്വാസം എന്ന ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഇമാമുകൾക്ക് എന്തിനെ കുറിച്ചും എപ്പോഴും ഏത് സമയത്തും എന്തിനെ കുറിച്ചുമുള്ള അറിവുകൾ അവർക്കുണ്ടാവും, അവർക്കത് മനസ്സിലാവും. ഇത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാത്രം സിഫത്താണ്. അപ്പം അവര് തൗഹീദ് അൽ അസ്മാ വ സിഫാത്തിൽ പല രീതിയിൽ, ഇതൊക്കെ ഉദാഹരണങ്ങൾ മാത്രമാണ്. അതുപോലെ അവർ പറയുന്ന വേറൊരു കാര്യമാണ്, അവരുടെ ഇമാമുകള് സർവശക്തന്മാരാണ്, അവർക്ക് എന്തും ചെയ്യാനുള്ള പവർ ഉണ്ട്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാത്രം സിഫത്തുകളാണ്. അപ്പൊ അതുപോലെ കുറേ കാര്യങ്ങൾ, കുറേ വിഭാഗങ്ങളിൽ ഇത്തരത്തിൽ നമ്മൾ ഓരോന്നെടുക്കുകയാണെങ്കിലും അള്ളാഹുവിന്റെ അസ്മാഉ വസിഫാത്തിൽ ഓരോ വിശ്വാസ വിഭാഗങ്ങൾ എടുക്കുകയാണെങ്കിലും ഓരോ മതങ്ങൾ എടുക്കുകയാണെങ്കിലും അള്ളാഹുവിന്റെ അസ്മാഉ വസിഫാത്തിൽ, കാരണം എല്ലാം ബേസിക്കലി ഒന്നിൽ നിന്ന് ഒറിജിൻ ചെയ്തതാണ് അല്ലെ? അള്ളാഹു ഭൂമിയിലേക്ക് ഈ ഒരു മതം ഇറക്കിയിട്ടുള്ളൂ, അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയവരാണ് എല്ലാവരും. അപ്പൊ പലരും പല കാര്യങ്ങളിലും ഡീവിയേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ആയത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഓൾറെഡി കുറച്ച് മതങ്ങൾ ഉണ്ടല്ലോ അല്ലെ, ഹിന്ദു, ക്രിസ്ത്യാനി, ജൂത, ബുദ്ധ, അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പൊ പുതിയ മതങ്ങളൊന്നും വരാനില്ല എന്ന്. സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ കാലത്ത് മതത്തിന്റെ പേരുകൾ ഇല്ലെങ്കിൽ പോലും പല 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 വിശ്വാസങ്ങളും ഗ്രൂപ്പുകളും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം ഈ ഒരു കാര്യത്തിൽ അള്ളാഹുവിന്റെ സിഫാത്തുകൾ അവന്റെ സൃഷ്ടികൾക്ക് കൊടുക്കരുത് എന്നുള്ള ആ ഒരു പോയിന്റ് വെച്ചിട്ട് ഇന്നത്തെ മോഡേൺ ഡേ ഡീവിയേഷൻസ് കുറേ ഉണ്ട്. കുറെ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ആദർശ വിഭാഗങ്ങളുണ്ട്.
അല്ലെങ്കിൽ കുറച്ച് ഗ്രന്ഥങ്ങൾ പോലുണ്ട്, സെൽഫ് ഹെൽപ്പ് ബുക്സ് ഉണ്ട്, മനുഷ്യന്മാരെ സ്വയം ജീവിതം ഹാൻഡിൽ ചെയ്യാൻ സഹായിക്കുന്ന ബുക്കുകൾ പല ഗ്രന്ഥകർത്താക്കൾ എഴുതാറുണ്ട്. അതുപോലെയുള്ള കുറെ കോഴ്സുകളുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ ഭയങ്കര പോപ്പുലർ ആണ് അങ്ങനത്തെ കോഴ്സുകളൊക്കെ. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സ്വയം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കോഴ്സുകൾ. അത്തരത്തിലുള്ള ഏതൊരു കോഴ്സ് നിങ്ങളുടെ മുമ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾ ശരിക്കും കെയർഫുൾ ആയിരിക്കണം. ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ അടുത്ത് ചോദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഹയറായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ചില ഗ്രൂപ്പുകൾ അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ട്. എന്താന്ന് വെച്ചാല് നമ്മളുടെ ആവശ്യങ്ങളും നമ്മളുടെ ഇച്ഛകളും ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കൈഹികമായ ഏതെങ്കിലും ഒരു നേട്ടം നടക്കാൻ വേണ്ടിയിട്ട് ഈ യൂണിവേഴ്സിൽ ഫോക്കസ് ചെയ്യുക, പ്രപഞ്ചത്തിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളുടെ റിക്വസ്റ്റുകൾ, നമ്മളുടെ ആവശ്യങ്ങൾ യൂണിവേഴ്സിനോട്, പ്രപഞ്ചത്തിനോട് ഡയറക്റ്റ് ചെയ്യുക, പ്രപഞ്ചത്തിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. പ്രപഞ്ചം നമുക്ക് വേണ്ടിയിട്ട് അതിനു വേണ്ടി പ്രവർത്തിച്ച് നമുക്കത് തരും. സുബ്ഹാനല്ലാഹ്. നമുക്ക് എന്ത് വേണമെങ്കിലും അതിനുള്ള പവർ നേച്ചറിനുണ്ട്, പ്രകൃതിക്കുണ്ട്, യൂണിവേഴ്സിനുണ്ട്. പല പല രീതിയിലാണ് അവരത് പറയാട്ടോ, ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയാ. യൂണിവേഴ്സിനുണ്ടെന്ന് പറയാം, അതായത് ഈ പ്രപഞ്ചം, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം അല്ലെ. പ്രപഞ്ചത്തിനുണ്ടെന്ന് പറയും, പ്രകൃതിക്ക് ഉണ്ടെന്ന് പറയും, പ്രകൃതിക്ക് തരാൻ പറ്റുമെന്ന് പറയും. ഇനി ഒന്നും പോരെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അതിനുള്ള പവർ ഉണ്ട്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയും, എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്കിത് വേണം, അല്ലെങ്കിൽ എനിക്കിത് പറ്റും, എനിക്കിത് പറ്റും എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പല ഐഡിയോളജീസും പല ഗ്രൂപ്പുകളും ഇപ്പൊ ഉണ്ട്. നമ്മളുടെയൊക്കെ തെറ്റിദ്ധാരണ, മതങ്ങളൊക്കെ കുറെ തെറ്റിയ മതങ്ങളൊക്കെ നമുക്ക് അറിയാം, ജൂതരാണ്, നമ്മൾ അതിലേക്ക് പോകണില്ല, ക്രിസ്ത്യാനികളുണ്ട് അതിലേക്ക് പോകണില്ല, ബുദ്ധന്മാരുണ്ട്, ഹിന്ദുക്കളുണ്ട് അതിലേക്കൊന്നും നമ്മൾ പോകണില്ല എന്ന്. പക്ഷെ ഇവരൊക്കെ ഈ റൂട്ട് മാന്തി അവരും എത്തുന്നത് ഇതുപോലെയുള്ള ഡീവിയന്റ് ഐഡിയകളിലേക്കാണ്. അപ്പം ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ പറയുന്ന അവരുടെ ഐഡിയോളജി, അവരുടെ ആദർശശാസ്ത്രം എന്താന്ന് വെച്ചാല് പ്രപഞ്ചത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നേച്ചറിൽ, പ്രകൃതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, മനുഷ്യന്മാരിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടും. എന്നാൽ ഇസ്ലാം പറയുന്നത് നിങ്ങളുടെ ഫോക്കസ് അള്ളാഹുവിലേക്ക് ആക്കുക. സുബ്ഹാനല്ലാഹ്, അൽ അലിയായ അല്ലെ, സുബ്ഹാനായ റബ്ബിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ റബ്ബിനോട് ചോദിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ റബ്ബ് നിങ്ങൾക്ക് തരും. റബ്ബല്ലാത്ത വേറെ എന്തിലേക്കും നിങ്ങളുടെ ആവശ്യങ്ങളുമായി ചെന്ന് കഴിഞ്ഞാൽ അത് അസ്മാ വ സിഫാത്തിന് എതിരാണ്. അള്ളാഹുവിന്റെ സിഫത്ത് ആ സൃഷ്ടികൾക്ക് കൊടുക്കലാണ്. ഇവിടെ സൃഷ്ടിപ്പ് എന്തിലൊക്കെയാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? പ്രപഞ്ചത്തിലേക്ക്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടിയാണ്. പ്രകൃതിയിലേക്ക്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടിയാണ്. മനുഷ്യന്മാരിലേക്ക്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടിയാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമുക്കറിയുന്ന ശിർക്ക് എന്ന് പറയുന്നത് കുറച്ച് ഖബറാരാധനയും അല്ലെ, കുറച്ച് നൂലുകെട്ടലും കുറച്ച് ഔലിയാക്കളും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള ശിർക്കിന്റെ പല എലമെന്റ്സ് പുതിയ മതത്തിന്റെ പേരുകളൊന്നും ഇല്ലെങ്കിലും പുതിയ ആദർശങ്ങളായിട്ട്, മോഡേൺ ഡേ ഐഡിയോളജികളായിട്ട് പ്രചരിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം ദുആ കേൾക്കാനും ഉത്തരം നൽകാനുമുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാത്രം കഴിവായ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാത്രം സിഫത്തുകള് പ്രപഞ്ചത്തിനും പ്രകൃതിക്കും മനുഷ്യന്മാർക്കും ഒക്കെ നൽകുന്ന ഇത്തരത്തിലുള്ള മോഡേൺ ഡേ ഡീവിയേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ഇതിന്റെ ഏറ്റവും വിഷമകരമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യങ് ജനറേഷന്റെ ഇടയിൽ ഇത് ഭയങ്കര സ്പ്രെഡാണ്. അത് പല ഫോർമാറ്റുകളിൽ, ബുക്കുകളായിട്ട്, അവർ വാച്ച് ചെയ്യുന്ന സീരീസുകളിൽ. സുബ്ഹാനല്ലാഹ്, നമുക്ക് മനസ്സിലാവില്ല. വിചാരിക്കും നമ്മളൊക്കെ പണ്ട് കുറെ സീരിയലും സിനിമകളൊക്കെ കണ്ടിരുന്നു അല്ലെ, അതിനകത്ത് കുറെ ജീവിതങ്ങളും കുറെ കരച്ചിലുകളും അതിൽ നിന്ന് പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ, നമ്മളൊക്കെ പണ്ട് സിനിമ കണ്ടവരൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സീരിയലുകളും സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ സീരീസുകള്, അവർ കാണുന്ന സിനിമകൾ, ഇതിന്റെയൊക്കെ ഉള്ളിൽ ഇത്തരത്തിലുള്ള അജണ്ടകൾ ഫിറ്റ് ചെയ്തിട്ടാണ് വിടുന്നത്. ഇപ്പം ഈ LGBTQ പോലെയുള്ള അത് വിശ്വാസത്തിന്റെ കാര്യം അല്ലെങ്കിൽ പോലും അതൊക്കെ ഈ സീരീസിലും സിനിമകളിലും ഒക്കെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അവരങ്ങ് കേറ്റുകയാണ്. അതുപോലെ ഇത്തരത്തിൽ യൂണിവേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും പിന്നെ നേച്ചറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഐഡിയകൾ സീരീസുകളിലും മൂവികളിലും ഇനി അവരെ സ്കൂളുകളിലൊക്കെ കൊടുക്കുന്ന കൗൺസിലിംഗ് സൈക്കോളജിക്കൽ കോഴ്സുകളിലും അവർ വായിക്കുന്ന ബുക്കുകളിലും. കാരണം സ്വാഭാവികമായിട്ടും ഏത് മനുഷ്യനും ഇതിനോട് അട്രാക്റ്റഡ് ആവും. എന്താണെന്നറിയോ? എല്ലാ മനുഷ്യനും, നമ്മൾ ചെറിയ കുട്ടികൾ മുതൽ, അത് ചിന്തിച്ചു തുടങ്ങുന്ന കുട്ടികൾ മുതൽ എത്ര പ്രായമായവരാണെങ്കിലും അവരുടെയൊക്കെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ജീവിക്കുന്നവരായിരിക്കും. എന്തെങ്കിലും ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവരായിരിക്കും. മാനസികമായ ഒരുപാട് പിരിമുറുക്കമുള്ളവരായിരിക്കും. എല്ലാവരും പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. അപ്പം അവരറിഞ്ഞോ അറിയാതെയോ അതിനുള്ള ഉത്തരങ്ങൾ തേടി പോകും. ഇത്തരം കാര്യങ്ങൾ, തെറ്റായ ഉത്തരങ്ങൾ കൊടുക്കും. അവർക്കറിയില്ല ഇത് തെറ്റായ ഉത്തരമാണെന്ന്. താൽക്കാലിക അവർക്ക് ആശ്വാസം കിട്ടുമ്പം ഇത് ശരിയാന്ന് തോന്നുക, അതിൽ കൂടുതൽ അട്രാക്റ്റഡ് ആയി കൂടുതൽ സീരീസുകൾ കണ്ട് കൂടുതൽ കോഴ്സസ് കേട്ട്. സുബ്ഹാനല്ലാഹ്.
അപ്പൊ നിങ്ങൾക്ക് ഇനി ബേജാറായിട്ട് ഇന്ന് തന്നെ എല്ലാരും എല്ലാം നിർത്താന്നൊന്നും വിചാരിക്കേണ്ട. ഓപ്പൺ ആയിട്ട് വീടുകളിൽ വിശ്വാസ സിസ്റ്റം, ബിലീഫ് സിസ്റ്റം സംസാരിക്കുക. കുട്ടികളെ ഇരുത്തിയിട്ട് അവരുടെ വിശ്വാസം എന്താണെന്നുള്ളത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഒരിക്കലും ഈ സംസാരം ഇമ്പോസ് ചെയ്യുന്നതാവരുത്. ഇങ്ങനെ വിശ്വസിക്കാൻ പാടുള്ളൂ, അത് തെറ്റാണ്, ഇത് തെറ്റാണെന്ന് പറയാനുള്ളതല്ല, അത് നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ്. എന്താണ് നമ്മളുടെ മക്കളുടെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതും ഒരൊറ്റ ഇരിപ്പിനെല്ലാം മനസ്സിലാക്കണം എന്നും വിചാരിക്കരുത്. ക്ഷമ ഉണ്ടാവുക. മെല്ലെ 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 ഇത്തരത്തിലുള്ള ടോപ്പിക്സ് ഒക്കെ വരുമ്പോൾ എന്താണല്ലേ, എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, അതൊരു ഫ്രണ്ട്ലി ടോക്ക് അവരുടെ ഇടയിൽ എപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കുക. കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും അവരുടെ പോലും ഉള്ളിൽ പല രീതിയിലുള്ള ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം എപ്പോഴും അവര് നമ്മളെ അടുത്തൊന്നും ഇത്തരം കാര്യങ്ങളിൽ പിടിതരാതെ പോണത്, നമ്മളെ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോസ് ചെയ്ത് കളയും. അത് അവരുടെ മേലെ അടിച്ചേൽപ്പിച്ച് കളയും. ഇതാ ശരി, ഇതാ ശരി, ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ കണ്ണിന് മുമ്പ് നല്ലേ അവർ തെറ്റ് ചെയ്യുന്നത്. തിരുത്താൻ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ. ആദ്യം നമ്മൾ അവരുടെ റൂട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് മെല്ലെ 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 ശരികൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അത് ഒരിക്കലും ഇമ്പോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കരുത്. ജനറേഷൻ മാറിയിട്ടുണ്ട്. ടെക്നോളജി അഡ്വാൻസ് ചെയ്ത പോലെ തന്നെ കുട്ടികളുടെ ബ്രെയിൻ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്, ചിന്തകൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു 100 കൊല്ലം മുമ്പ് നമ്മളടുത്ത് നമ്മളെ മാതാപിതാക്കൾ പറഞ്ഞത് അതേപടി വെള്ളം തൊടാതെ വിഴുങ്ങിയ പോലെ ഇന്നത്തെ ജനറേഷൻ വിഴുങ്ങൂല. അത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് അവരെ കൂടെ ഇരുന്ന് അവരുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് കേട്ട് 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 ഏറ്റവും നല്ല ലിസണർ ആവുക. അവരൊരു 100 കാര്യങ്ങൾ പറയുമ്പോൾ 2 കാര്യങ്ങൾ മാത്രം അവരുടെ സിസ്റ്റത്തിലേക്ക് ഇട്ടുകൊടുക്കുക. അങ്ങനെ ക്ഷമയോടുകൂടി സ്ലോ ആയിട്ട് നമ്മൾ അവരെന്താണ് അപ്പം അവർ പോലും അറിയാതെ അവർ കാണുന്നതും കേൾക്കുന്നതും അവരുടെ സീരീസുകളും ഒക്കെ നമ്മളുടെ അടുത്തേക്ക് വരും. അവർ പറയും അതൊക്കെ നമ്മൾ ക്ഷമയോടുകൂടി കേട്ട് കഴിഞ്ഞാൽ. ഓക്കെ. പക്ഷെ നമ്മളെ പ്രശ്നം എന്താന്ന് വെച്ചാല്, നമുക്ക് വീടിന്റെ അടിത്തറ അല്ലെ, തറ ഇളകി കിടക്കുകയാണ്, ബെൽറ്റൊക്കെ പോയിട്ടുണ്ട്, എന്നാലും വീടിന്റെ പുറമോടി കൂട്ടുക, ഭംഗി കൂട്ടുക എന്നുള്ളതിലാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. നമ്മൾ അവരുടെ ചീത്ത പറച്ചിലും കാര്യങ്ങളും ഒക്കെ അവരെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾക്കാണ്. അവര് തട്ടയിടുന്ന ആംഗിൾ ശരിയാവാത്തതും അതൊന്നും വേണ്ടാന്നല്ല. ശരിക്കും ഏതൊരു വീടിനും ഭംഗി ഭയങ്കര നിർബന്ധമാണ്. അതിന് കർമ്മശാസ്ത്രങ്ങൾ ജീവിതത്തിൽ നിർബന്ധമാണ്. പക്ഷെ വിശ്വാസത്തിന്റെ അടിത്തറ ഇളകിയിരിക്കുമ്പം അതിന്റെ മുകളിൽ വർക്ക് ചെയ്യാതെ കർമ്മങ്ങളുടെ മേലെ വർക്ക് ചെയ്യുന്നത് നമ്മൾ പിന്നീട് പൊളിഞ്ഞു വീകാനുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് പോലെയാണ്. അപ്പൊ വിശ്വാസ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഈ ഒരു പാർട്ട് നമ്മുടെ സിലബസിൽ പോലും ഉള്ളതല്ല, പക്ഷേ നമ്മളുടെ സമൂഹം അങ്ങോട്ടാ പോണത്. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. പ്രത്യേകിച്ച് ഒരു 8 വയസ്സിന്റെയും 25 വയസ്സിന്റെയും ഇടയ്ക്ക്, 8 പറയണ്ട, ഇന്നത്തെ കാലത്ത് 5 വയസ്സ് മുതലേ തുടങ്ങാം. അതിനിടക്ക് പ്രായമുള്ള മക്കളോ പേരക്കുട്ടികളോ വീട്ടിലുള്ളവരുടെ കാര്യമാണ് പ്രത്യേകം പറയുന്നത്. ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള അജണ്ടകളിലാണ് അവർ ഈ കാണുന്ന എല്ലാ മീഡിയകളും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് നാളെ തന്നെ ഫുൾ മീഡിയ ഫുൾ സ്റ്റോപ്പ് ഇടാന്ന് വിചാരിക്കുന്നത് ശുദ്ധ വിഡ്ഢിത്താണ്. പകരം അവർക്ക് ശരി എന്ത് തെറ്റെന്തെന്ന് വേർതിരിച്ചറിയാനുള്ള കഴിവാണ് കൊടുക്കുന്നത്. ഒരിക്കലും കുട്ടികളെ വീട്ടിൽ വാതിലിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെച്ച് സ്ഥിരമായിട്ട് ഹോം സ്കൂളിംഗ് നടത്തി കുട്ടികൾ തെറ്റുകളിലേക്കൊന്നും പോവാതെ ഇരിക്കാൻ നോക്കാന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ വിഡ്ഢിത്താണ്. പകരം അവർക്ക് ശരിയും തെറ്റും നല്ല സ്ട്രോങ് അടിത്തറയോടുകൂടി തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ. ആ സ്ട്രോങ് അടിത്തറ എന്ന് പറഞ്ഞാൽ എന്തിലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുറുക്കെ പിടിക്കാനുള്ള കഴിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ സിഫാത്തുകൾ മനുഷ്യന്മാർക്കല്ല സൃഷ്ടികൾക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം പല രീതിയിൽ എന്ന് വെച്ചാൽ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാവുന്നതിന് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കി മെല്ലെ മെല്ലെ നമ്മൾ കുട്ടികളുടെ അടുത്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്നേഹത്തോടു കൂടി വളരെ ഓപ്പൺ ആയിട്ട് നല്ല രീതിയിൽ സംസാരിക്കാം. എന്നിട്ട് എന്താന്ന് മനസ്സിലാക്കിയിട്ട് മെല്ലെ മെല്ലെ, ഞാൻ പറഞ്ഞല്ലോ, അവർ 100 കാര്യം പറയുമ്പോൾ 2 കാര്യം മാത്രം അവരുടെ സിസ്റ്റത്തിലേക്ക് ഇട്ടുകൊടുക്കുക. അതൊരിക്കലും അടിച്ചേൽപ്പിക്കലാവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കട്ടെ നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ. തൗഹീദിപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള തെറ്റുകൾ വരുന്നതിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. ഇനി 5ാമത്തെ റൂൾ എന്ന് പറയുന്നത്, അള്ളാഹുവിന് സ്വയം നൽകിയ പേരുകൾ അല്ലെ, അവയുടെ മുന്നിൽ അൽ ചേർത്തിട്ടുള്ള പേരുകൾ അതേപടി മനുഷ്യന്മാർക്ക് നൽകാൻ പാടില്ല. അത് അർ റഹ്മാൻ, അസ്സലീം, അൽ അസീസ്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം പേരുകളാണ്. അപ്പം ഇത് അതേപോലെ നൽകാൻ പാടില്ല. പകരം അബ്ദു ചേർത്തിട്ട് നൽകാം അല്ലെ, അബ്ദുസ്സലാം, അബ്ദുർ റഹ്മാൻ. പക്ഷേ വെറും സലാം അല്ലെങ്കിൽ വെറും റൌഫ്, വെറും റഹീം ഓക്കെയാണ്. അൽ ചേർക്കുമ്പോഴാണ് അബ്ദു വേണ്ടത്. ബിക്കോസ് അൽ വരുമ്പം അതിന് അള്ളാഹുവിൻ്റെതായ ഒരു പെർഫെക്ഷൻ വന്നു. ഓക്കെ, അൽ എന്ന് പറയുന്നത്
ദ അല്ലെങ്കിൽ ഒരേ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അൽ ചേർക്കുന്നത്. അപ്പം അൽ ചേർത്തിട്ട് നമ്മൾ മക്കൾക്ക് പേരിടുമ്പോൾ അതിന് മുമ്പ് അബ്ദ് വേണം. അള്ളാഹുവിന്റെ അടിമ എന്നുള്ള രീതിയിൽ, അസ്സലാമിന്റെ അടിമ, അൽ അസീസിന്റെ അടിമ, അർ റഹ്മാനിന്റെ അടിമ. ഓക്കെ, എന്നാൽ ഈ അബ്ദ് ചേർത്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് അൽ ഇല്ലെങ്കിലും പ്രശ്നമാണ്. ഓക്കെ, നിങ്ങൾ അബ്ദ് ചേർക്കുന്നുണ്ടെങ്കിൽ അബ്ദു സലാം എന്ന് വരാൻ പാടില്ല, അബ്ദുസലാം ആയിരിക്കണം. അബ്ദ് പ്ലസ് അൽ പ്ലസ് സലാം ആയിരിക്കണം. കാരണം അള്ളാഹുവിന് മാത്രമേ അടിമ ഉണ്ടാവാൻ പാടുള്ളൂ, അസ്സലാമിനെ അടിമ ഉണ്ടാവാൻ പാടുള്ളൂ, വെറും സലാമിന് അടിമ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ അതായത് സലാം എന്നും അസീസ് എന്നും റഹ്മാൻ എന്നൊക്കെ പേര് കൊടുക്കാൻ പറയാന്നുള്ളതിന്റെ തെളിവാണ് സൂറത്ത് തൗബയിലെ 128 ആയത്ത്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവനും സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യവാനുമാണ് അദ്ദേഹം. അതായത് റഊഫും റഹീമും അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചല്ല, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പറഞ്ഞത്, അൽ ഇല്ലാതെ. ഓക്കെ, അപ്പം അൽ ഇല്ലാതെ നമുക്ക് ഈ പേരുകൾ കൊടുക്കാം. അൽ ചേർത്ത് കഴിഞ്ഞാൽ അബ്ദ് വേണം, അബ്ദ് ചേർക്കുകയാണെങ്കിൽ അൽ വേണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ അള്ളാന്റെ തന്നെ അല്ലെന്ന് എക്സ്പ്ലിസിറ്റ്ലി ഇല്ലാത്ത ചില പേരുകൾ ഉണ്ടാവും. മാലിക്കുൽ മുൽക്ക്, അതിന്റെ ആദ്യത്തിൽ അൽ ഇല്ല, പക്ഷെ അത് അള്ളാഹിന്റെ പേരുകളാണ്. അപ്പം അള്ളാഹിന്റെ പേരാണെങ്കിൽ അത് മനുഷ്യർക്ക് അതേപോലെ കൊടുക്കാൻ പാടില്ല. ഇനി വേറൊരു കാര്യം, അബ്ദുർ റസൂൽ, അബ്ദുൽ നബി, അബ്ദുൽ ഹുസൈൻ പോലെയുള്ള പേരുകൾ, അതായത് വേറെ എന്തിന്റെയെങ്കിലും വേറെ ആരുടെയെങ്കിലും അടിമ, അങ്ങനെയും പേര് കൊടുക്കാൻ പാടില്ല. നബിയുടെ അടിമ, റസൂലിന്റെ അടിമ, ഹുസൈന്റെ അടിമ, ഏതെങ്കിലും പേരുകൾ കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ പേരല്ലാത്ത ഏതെങ്കിലും പേര് കൂട്ടിയിട്ട് അബ്ദു കൊടുക്കാനും പാടില്ല. കാരണം അള്ളാഹ്ക്ക് മാത്രമേ അടിമയുള്ള ഉടമ അള്ളാഹ് മാത്രമാണ്. അതുപോലെ നമ്മളുടെ കീഴിൽ ഇത് പിന്നെ നമ്മളെ അൽ അമീൻ, അമീൻ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേരാണോ? അങ്ങനെ ആണെങ്കിൽ അബ്ദുൽ അമീൻ പാടില്ല. ഐ മീൻ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേരല്ലെങ്കിൽ അബ്ദുൽ അമീൻ പാടില്ല. ഓക്കെ, അപ്പം അള്ളാഹിന്റെ പേരാണോ എന്ന് നോക്കുക. അള്ളാഹിന്റെ പേരല്ലെങ്കിൽ ഓക്കെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേരായിട്ട് ഖുർആനിലോ സുന്നത്തിലോ വന്നിട്ടുള്ള അസ്മാഉൽ ഹുസ്നയുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ള പേരുകളാണെങ്കിൽ അൽ ചേർത്ത് ആ പേര് വിളിക്കാൻ പാടില്ല. അപ്പം അത് അള്ളാഹുവിന് തുല്യമായി പോകും. ഇനി അടുത്തത്, നമ്മളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരാളെ അബ്ദി, അമത്തി. അമത്തി എന്ന് പറഞ്ഞാൽ സ്ത്രീ, പെണ്ണായിട്ടുള്ള അടിമ. അബ്ദി എന്ന് പറഞ്ഞാൽ അടിമ. ഓക്കെ, ഇത് അറബികളുടെ രീതിയാണ്, കാരണം നമ്മളൊന്നും അറബിയിൽ വിളിക്കുന്നില്ലല്ലോ. അങ്ങനെയും വിളിക്കാൻ പാടില്ല. എന്റെ അടിമ, എന്റെ സ്ത്രീ അടിമ എന്ന് വിളിക്കാൻ പാടില്ല. കാരണം അടിമ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ അൽ അസ്മാ വസിഫാത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ജസ്റ്റ് ഒരു സമ്മറിയും കൂടെ പറഞ്ഞിട്ട് നിർത്താം ഇൻഷാ അല്ലാഹ്. തൗഹീദ് അൽ അസ്മാ വസിഫാത്ത് നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഗുണങ്ങളെയും അവന്റെ സൃഷ്ടികളുടെ ഗുണങ്ങളെയും ശരിക്കും വേർതിരിച്ച് അറിയലാണ് അല്ലെ. ഒരിക്കലും സൃഷ്ടികളുടെ ഗുണങ്ങൾ, കാഴ്ചയോ കേൾവിയോ കാരുണ്യമോ ഒന്നും അള്ളാഹുവിൻ്റെതായിട്ട് കൂട്ടിക്കലർത്തരുത്. അള്ളാഹു അത്തരത്തിൽ നമുക്ക് പറഞ്ഞു തന്നത് നമുക്കൊരിത്തിരിയെങ്കിലും മനസ്സിലാക്കാൻ. എന്നാൽ ആ ഇത്തിരിയുള്ള മനസ്സിലാക്കല് നമ്മൾ ഇമാജിൻ ചെയ്ത് അള്ളാഹുവിൻ്റെതിലേയും ബന്ധപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ്ക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്, നമ്മളുടെ ക്വാളിറ്റിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതെങ്ങനെ, എത്രത്തോളം, എങ്ങനെയാണ് അള്ളാഹ് ചെയ്യുന്നത് എന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പോകേണ്ട കാര്യമില്ല. അതുപോലെ അള്ളാഹുവിന്റെ പേരുകളും വിശേഷണങ്ങളും അള്ളാഹ് അറിയിച്ചു തന്ന അറബി ഭാഷയ്ക്ക് അനുസൃതമായിട്ട് മനസ്സിലാക്കണം. നമുക്കറിയാം അല്ലെ, അസ്മാഉൽ ഹുസ്ന ക്ലാസ്സുകൾ എടുക്കുന്നവരെല്ലാവരും ആ ഓരോ വാക്കുകളും അറബി ഭാഷയ്ക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തന്നിട്ടാണ് അല്ലെ. ഓരോ ആ പേരുകൾക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടാവും, അതിന്റെ അർത്ഥ തലങ്ങൾ ഉണ്ടാവും. അതൊക്കെ വിശദീകരിച്ച് തന്നെയാണ് എല്ലാവരും ക്ലാസ് എടുക്കാറ്. അപ്പം ആ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം അള്ളാഹുവിനെ കുറിച്ച് വിശദീകരിക്കാൻ തെരഞ്ഞെടുത്ത ഭാഷ അറബിയാണ്. പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, അതായത് അള്ളാഹുവിന്റെ പേരുകളുടെയും സിഫത്തുകളുടെയും ഏകത്വം, തൗഹീദ് നിലനിർത്താന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗഹീദ്, അസ്മാ വസിഫാത്തിന്റെ തൗഹീദ് നിലനിർത്തലാണ്. ശരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഭൂമിയിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് സ്വർഗമാവാൻ ഒരു പ്രയാസവും. കാരണം നമുക്ക് നരകങ്ങൾ വരുന്നത് നമ്മുടെ വിഷമങ്ങൾ വരുമ്പോൾ അല്ലെ, നമുക്ക് താങ്ങാനാവുമ്പോൾ. അവിടേക്ക് അള്ളാഹുവിന്റെ പല പേരുകൾ അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ, അൽ ഖദീർ, അർ റഹ്മാൻ, അൽ അലീം, അൽ ഹാദി, അതൊക്കെ അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഭൂമിയിൽ തന്നെ നമ്മുടെ ഹൃദയത്തിലെ സ്വർഗ്ഗമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗഹീദ് അൽ അസ്മാ വസിഫാത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാ വസിഫാത്ത് എന്ന് പറയുമ്പോൾ അത് ബൈഹാർട്ട് പഠിക്കാനുള്ളതല്ല, പരീക്ഷ എഴുതി തീർക്കാനുള്ളതല്ല, 1000 പ്രാവശ്യം 10,000 പ്രാവശ്യം ഉരുവിടാനുള്ളതല്ല. പകരം നമ്മുടെ ജീവിതത്തിലും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും കൊണ്ടുവരാനുള്ളതാണ്. അവിടെ തൗഹീദ് നിലനിർത്താനുള്ളതാണ്. കാരണം ഈ പറഞ്ഞ ഒരു സിഫത്തും അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കലാണ്.
പിന്നെ 5 റൂളുകൾ. ഒന്ന്, അള്ളാഹുവിന്റെ നാമങ്ങളും സിഫാത്തുകളും അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുക. 2, അള്ളാഹുവിന് പേരുകൾ നൽകാനുള്ള അവകാശം അവന് മാത്രമേ ഉള്ളൂ, അല്ലെ, നമുക്ക് കൊടുക്കാൻ പാടില്ല. അൽ ഖാദിബ് നമ്മൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3, അള്ളാഹുവിന്റെ സിഫാത്തുകൾ പറയുമ്പം ഒരിക്കലും അത് സൃഷ്ടികളുടെ പ്രത്യേകതകളുമായി താരതമ്യം ചെയ്തോ ബന്ധപ്പെടുത്തിയോ പറയാൻ പാടില്ല, അല്ലെ. നമ്മൾ ഉദാഹരണം പറഞ്ഞു, ക്രിസ്ത്യാനികൾ ദൈവം വിശ്രമിച്ചു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, വിശ്രമിക്കല് സൃഷ്ടികളുടെ മാത്രം ക്വാളിറ്റിയാണ്, അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പം അങ്ങനെ പറയാൻ പാടില്ല. 4, അള്ളാഹുവിന്റെ സിഫാത്ത് അവന് സൃഷ്ടികൾക്ക് കൊടുക്കാൻ പാടില്ല, അല്ലെ. അതും നമ്മൾ കുറേ ഉദാഹരണങ്ങൾ കണ്ടു, പ്രത്യേകിച്ച് ഷിയാക്കളുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടു, അല്ലെ. തെറ്റുകളൊന്നും ചെയ്യാതിരിക്കുക, എല്ലാം അറിയുക, അതൊക്കെ അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. പിന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ കാര്യത്തിൽ വരുന്ന ഡീവിയേഷൻസും നമ്മൾ ചെറിയ തോതിൽ കണ്ടു. പിന്നെ 5, അള്ളാഹുവിന്റെ പേരുകൾ, അള്ളാഹു അവന് നൽകിയ പേരുകൾ അൽ ചേർത്തിട്ട് അൽ ചേർക്കുമ്പോഴാണ് അത് അള്ളാഹിന്റെ പേരാവുന്നത്. ഓക്കെ, അസമിയ ആവുമ്പോഴാണ് അത് അള്ളാഹു ആവുന്നത്, അൽ അലീം ആവുമ്പോഴാണ് അത് അള്ളാഹ് ആവുന്നത്. അപ്പം അത് അതേപോലെ മനുഷ്യർക്ക് നൽകാൻ പാടില്ല. അങ്ങനെ നൽകുകയാണെങ്കിൽ അതിനു മുമ്പ് അബ്ദ് ചേർക്കണം. അബ്ദ് ചേർക്കുകയാണെങ്കിൽ അതിനുശേഷം അള്ളാഹിന്റെ പേര് മാത്രമേ വരാൻ പാടുള്ളൂ, വേറെ ആരുടെ പേരും വരാൻ പാടില്ല. അപ്പൊ അത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് അൽ അസ്മാ വസിഫാത്തിൽ ഒരു തരത്തിലുള്ള തെറ്റുകളും വരുത്താതെ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ തൗഹീദ് എല്ലാ കാര്യത്തിലും, തൗഹീദ് ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും തൗഹീദ് കൊണ്ടുവരുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ ഇത്തരം കാര്യങ്ങളിൽ ശിർക്ക് വരുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും, നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ വരുന്ന തലമുറകളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. اللهم إني أعبدك، اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم جدد الإيمان في قلبي، ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.